നമസ്കാരം. ഞാൻ ലിയ അൻഷാദ്. ഞാൻ ജനിച്ചത് US-ലാണ്, പഠിച്ചതും വളർന്നതും ഒക്കെ UK-യിൽ. ഇപ്പോൾ ഹസ്ബൻഡുമായിട്ട് സെറ്റിലായിരിക്കുന്നത് UAE-ലാണ്. ഇങ്ങനെയൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതെല്ലാം പാലക്കാട് ആലത്തൂർ പഞ്ചായത്ത് തന്നെ. പഠിക്കാൻ പോയിട്ട് ഒന്ന് പ്രസവിക്കാൻ പോലും ആ ജില്ല വിട്ട് ഞാൻ പുറത്തു പോയിട്ടില്ല. പിന്നെ രമേശ് ചേട്ടാ, ഈ സ്റ്റാൻഡപ്പ് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേ ഇങ്ങനെ ഒരു സിമ്പിൾ കാണിക്കും. അതെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഗ്രൂമേഴ്സ് പറഞ്ഞു, ലിയ പറയുമ്പോൾ കൗണ്ടർ ഏതാന്ന് മനസ്സിലാവണില്ല എന്ന്. അപ്പൊ ഇങ്ങനെ ആക്കുന്നതാണ് കൗണ്ടർ. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിച്ച് ചിരിക്കണം കേട്ടോ. അതല്ലേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേ ഇങ്ങനെയൊക്കെ കാണിക്കും. അത് സൂപ്പർ സ്റ്റാറിന്റെ ഫിഗർ പിടിക്കുന്നതല്ല, കയ്യിൽ എഴുതി വെച്ചത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതാ. അപ്പൊ പിന്നെ ചേച്ചി, എന്നാ നമുക്ക് തുടങ്ങാം അല്ലേ? സാറേ എന്നാ തുടങ്ങട്ടെ. തുടങ്ങ സാറേ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഈ പാട്ടും വിശ്വസിച്ച് കല്യാണം കഴിച്ചവരാണ് കേരളത്തിലെ 85% പുരുഷന്മാരും. ആ ചേച്ചി ചോദിക്കണ 15 എവിടെയെന്ന്. അവർക്ക് ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ലാട്ടാ. പക്ഷേ കെട്ടി കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണത്, ഈ പാട്ടി നമ്മുടെ സുരാജേട്ട സിനിമയിൽ പറയൂലേ, അതുപോലെ എടാ ഇതിങ്ങനൊന്നും അല്ലടാ. അതെ, ഈ പാട്ടി പറഞ്ഞ ഭാര്യയല്ല നമ്മുടെ ഭാര്യ. സത്യം പറഞ്ഞ ആ പാട്ട് എഴുതിയ ആളുടെ സങ്കല്പത്തിലുള്ള ഭാര്യയെ കുറിച്ചാണ് പുള്ളി പറഞ്ഞതെന്ന്. അല്ലേ രമേശ് ചേട്ടാ? ഓ, എന്തൊരു ധൈര്യം. തിരിച്ചു വീട്ടിൽ പോണ്ടേ? ഈ പാട്ട് എഴുതുന്നവർക്ക് ഇങ്ങനൊക്കെ എഴുതി വെച്ചാ മതി. പക്ഷേ സ്നേഹം വിടർത്തണോ അതോ അടിച്ചു കൊഴിക്കണോന്നൊക്കെ വന്നു കയറുന്ന കെട്ടിയന്മാരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും അല്ലേ? കാരണം ഇപ്പോഴത്തെ ഭാര്യയും അമ്മയും എല്ലാം ന്യൂ ജനറേഷനാ. കല്യാണത്തിന് മുമ്പേ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ നമ്മൾ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം. അതിനിപ്പോ കല്ലായാലും കനവൻ, പുല്ലായാലും പുരുഷൻ എന്നാണല്ലോ. അപ്പൊ പറഞ്ഞു വന്നത് ആ പുല്ലനെ പറ്റിയാ. സോറി, ആ പുരുഷനെ പറ്റിയാ. അയ്യോ, ഞാൻ അറിയാതെ പറഞ്ഞതാട്ടാ. സത്യം പറഞ്ഞ ഞാനും എൻ്റെ അമ്മയെ പോലെ ഉത്തമയായ ഒരു ഭാര്യയാണ്. കാരണം എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ ഇറച്ചിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് ബാക്കിയുള്ള ചാറ് കൂട്ടി ഇച്ചിരി ചോറ് തിന്നും. ഞാനും അതുപോലെ വീട്ടിൽ ഇറച്ചി വെച്ചാൽ എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ള ചോറ് കൂട്ടി 2 ചപ്പാത്തി തിന്നും. ഡയറ്റ് ആയതുകൊണ്ടല്ല, ചോറ് ഞാൻ ആദ്യമേ ലെഗ് പീസ് കൂട്ടി കഴിച്ചിരിക്കും. പിന്നെ എൻ്റെ അമ്മ ചെയ്യുന്നത് പോലെ ഭർത്താവിൻ്റെ പാത്രം എടുത്തുകൊണ്ടുപോയി കഴുകി വയ്ക്കുന്ന പരിപാടി ഞാൻ ചെയ്യാറില്ല. കാരണം തന്നെത്താൻ വിളമ്പി തിന്നുന്ന ഭർത്താവിന് തൻ്റെ പാത്രം കഴുകാനുള്ള ട്രെയിനിങ്ങും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി എന്നെ വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ KGF സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് തറയെ കിടന്ന ബണ്ണ് പൊടി തട്ടിയെടുത്ത് കൊച്ചിന് കൊടുക്കുന്ന ത്യാഗിയായ അമ്മയാണ് എൻ്റെ അമ്മ. ഞാനും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. പക്ഷേ കൊച്ചിൻ്റെ ബണ്ണും ബിസ്ക്കറ്റൊക്കെ ഞാൻ തന്നെ തിന്നിട്ട് കാക്ക കൊണ്ടുപോയി എന്നൊരു കള്ളം പറയുന്നു മാത്രം. ഇപ്പൊ കൊച്ചു വിചാരിച്ചിരിക്കുന്നതേ കാക്ക എന്ന് പറയുന്നത് ഒരു പക്ഷിയല്ല, തൻ്റെ തീറ്റ സാധനം കട്ടോണ്ട് പോകുന്ന ഏതോ ഒരു കള്ളനാണെന്നാ. പക്ഷെ ആ കള്ളനാണ് ഈ തള്ളയെന്ന് ആ പിള്ള എറിഞ്ഞ അവൻ അന്ന് എന്നെ കൊല്ലും. ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാട്ടാ, ഞങ്ങള് കല്യാണമൊക്കെ കഴിച്ച് ആദ്യത്തെ കുട്ടിയൊക്കെ ആയി മനസമാധാനമായിട്ട് ജീവിക്കുമ്പോഴാണ് നാട്ടുകാർക്കും ബന്ധുക്കാർക്കും നിർബന്ധം ഇപ്പൊ തന്നെ 2ാമത്തെ കുട്ടി കൂടി ആവണമെന്ന്. അതിനവർ പറയുന്ന കാരണങ്ങൾ കേട്ടാ ഞെട്ടും. എടി മോളെ, ഇപ്പൊ തന്നെ അടുത്ത കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇതിന് കളിക്കാൻ ആളില്ലാത്ത വിഷമം അങ്ങ് മാറിക്കിട്ടുമെന്ന്. കളിക്കാൻ ആളില്ല പോലും. ബട്ടൺ ഞെക്കിയ പാട്ട് പാടുന്ന മൊബൈൽ പോലെ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഞാനും ചെണ്ടകൊട്ടയും ഒപ്പം ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യ കുരങ്ങനായ എൻ്റെ ഭർത്താവ് ഉള്ളപ്പോ കളിക്കാൻ ആളില്ലെന്ന്. അതുപോലെ വേറൊരു ഡയലോഗാണ്, മോളെ ഇവൻ ഒറ്റയ്ക്ക് വളരുകയാണെങ്കിൽ ഇവന് ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ടെന്ന്. ഏത് പാതിരാത്രി 12 മണിക്ക് എണിച്ചു നോക്കിയാലും നല്ല ഫ്രഷ് മൈൻഡായിട്ട് കളിച്ച് ചിരിച്ചിരിക്കുന്ന അവനാണോ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് രാവേതാ പകലേതാന്നറിയാതെ ഉറക്കമില്ലാതിരിക്കുന്ന എനിക്കാണോ ഡിപ്രഷന് വരിക? അതുപോലെ ഇവർ പറഞ്ഞതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡയലോഗാണ്, മോളെ ഇപ്പം അടുത്ത കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ ഇവർ ഒരുമിച്ച് സ്കൂളിൽ പോകുന്നത് നിനക്ക് കാണാലോ എന്ന്. 4 വർഷം കഴിയുമ്പോൾ ഇതിനെയും കൊണ്ടേ ദിവസത്തിൽ 1 തവണ മര്യാദയ്ക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പറ്റണില്ല. അപ്പോഴാണ് 4 വർഷം കഴിഞ്ഞ് ഇവർ സ്കൂളിൽ പോകുന്നത് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പൊ പിന്നെ ഈ പിള്ളേരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാട്ടാ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവരെ വളർത്താൻ ഭയങ്കര പാടാണ്. കാരണം അവരെ അടിക്കാൻ പാടില്ല, അവരെ മുന്നിൽ വെച്ച് നമ്മൾ അടിയാവാൻ പാടില്ല, ബഹളം വെക്കാൻ പാടില്ല, സൗമ്യമായിട്ട് സംസാരിക്കണമെന്നാണ് ഡോക്ടർ വരെ പറഞ്ഞിരിക്കുന്നത്. ഞാനിത് കേട്ട് ഈ പിള്ളേരെ എങ്ങനെ വളർത്തും എന്നുള്ള ടെൻഷനിലാണ് വീട്ടിൽ പോയതെങ്കിലും എൻ്റെ പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പുള്ളി കയറി ചെന്നപാട് ഫോൺ എടുത്ത് കൂട്ടുകാരി സൗമ്യയെ വിളിച്ച് 1.5 മണിക്കൂർ സംസാരിച്ചു.
നിങ്ങൾ പറ, ഇമാതിരി ദുരന്തങ്ങളുള്ള വീട്ടിൽ ഞാൻ എങ്ങനെ അടിയുണ്ടാക്കാതിരിക്കും? അതുപോലെ തന്നെയാണ് ഈ മക്കളുടെയൊക്കെ അഡ്മിഷന്റെ കാര്യം. കാരണം അവർക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് രമേശ് ചേട്ടാ. നമ്മൾ വൈകണ്ടാന്ന് വിചാരിച്ചിട്ടേ കൊച്ചിന് 1.5 വയസ്സായപ്പോൾ തന്നെ സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ ബുക്ക് ചെയ്യാൻ പോയി. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ പറയാ, സോറി നിങ്ങൾ ലേറ്റ് ആയി പോയി. ഇവിടെ ഓരോരുത്തരൊക്കെ കൊച്ചിന് തയ്യാറെടുത്തതിൻ്റെ അന്ന് തന്നെ വന്ന് പറയും, ഞങ്ങൾക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് ഒരു അഡ്മിഷൻ വേണോന്ന്. ഇത് കേട്ടപ്പോഴാ 7ാം ക്ലാസ് വരെ ഫ്രീ ആയിട്ട് അരി കിട്ടും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് 10 മക്കളെയും പഠിപ്പിച്ച എൻ്റെ അമ്മൂമ്മ എനിക്ക് ഓർമ്മ വന്നത്. ഈ അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവരൊക്കെ എങ്ങനെയാ ഈ 10-12 പിള്ളേരെയൊക്കെ വളർത്തണല്ലേ? നമുക്ക് 2 എണ്ണത്തിനെ വളർത്താൻ പറ്റണില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർക്ക് 2 ടിപ്സേ ഉള്ളൂ. 1 ചട്ടാൻ പഴിപ്പിച്ച് ചന്തിക്ക് വെക്കുക, 2 10 മാസത്തിന്റെ കഥ പറയുക. 10 മാസം ചുമന്ന് പ്രസവിച്ച ഈ അമ്മയോട് നീ ഇത് പറയണോടി, നീ ഇത് പറയണം. ഈ ഒരു ഡയലോഗിൽ തീരാത്ത ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്കപ്പം തോന്നിയിട്ടുണ്ട് വല്ല ടെസ്റ്റ് ട്യൂബിലെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. എന്നാൽ പിന്നെ ഇതേ ടെക്നിക്ക് എൻ്റെ പിള്ളേരോട് പ്രയോഗിക്കാൻ നോക്കിയപ്പോഴോ, അമ്മ ഒരു സ്ത്രീയുടെ ഗർഭകാലം 9 മാസവും 10 ദിവസമാണ്. അതിലും നിങ്ങൾ എന്നെ പ്രസവിച്ചത് 8ാം മാസത്തിലാണെന്നാണ് ആ കുരുത്തം കെട്ടത് എന്നോട് പറഞ്ഞത്. പക്ഷേ എൻ്റെ അമ്മ എന്നോട് ചെയ്ത പോലെ ഈ ഹോർലിക്സ് കുപ്പിക്കകത്ത് പാറ്റാഗുളിക ഇട്ട് വെക്കുക, ബീഫ് കറിയാന്നും പറഞ്ഞ് സോയാബീൻ തരിക, നല്ല ഫ്രഷ് മല്ലിയില വാങ്ങിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബിരിയാണി ഇന്നുണ്ടാക്കി തരാം നാളെ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞ് അതിനെ കരിയിച്ച് കളയുക, ഈ വക പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ഭയങ്കര ഡീസൻ്റ് അമ്മയാ. പക്ഷേ എൻ്റെ മോൻ്റെ മാർക്ക് അയൽവക്കത്തെ രമണിയുടെ മോൻ്റെ മാർക്കിനേക്കാൾ ഒന്ന് കുറഞ്ഞ അവനെ പെരക്കി ചുറ്റും തല്ലാൻ ഓടിക്കുകയും ചെയ്യും. 4 ആക്കി മടക്കി കൂട്ടി എൻ്റെ അമ്മായിയുടെ വീട്ടിൽ നല്ല നടപ്പിന് വിടുകയും ചെയ്യും. കാരണം പാരന്റിങ്ങിൽ എൻ്റെ അമ്മായി ബെസ്റ്റാ. ഈ ഞാൻ തന്നെ ഇപ്പം ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റും എൻ്റെ അമ്മായിക്കാ. കാരണം എൻ്റെ അച്ഛനെ അമ്മയും പാരന്റിങ് പഠിപ്പിച്ചതേ ഇന്നത്തെ പോലെ യൂട്യൂബ് അല്ല, എൻ്റെ അമ്മായിയാ. പക്ഷേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ എൻ്റെ ബുക്കിൻ്റെ ഇടയിൽ ഏതോ ഒരു വേട്ടാവിളിയന് ഒരു ലവ് ലെറ്റർ വെച്ചു. അമ്മായി അത് പൊക്കി. അതിന് എന്നെ മരത്തിൽ കെട്ടിയിട്ട് അടിച്ചു എന്ന് മാത്രമല്ല ഒരാഴ്ച സ്കൂളിലും വിട്ടില്ല. ഇതേ അമ്മായിയുടെ കല്യാണം ഉറപ്പിച്ച മോള് ഇന്നലെ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ വിവരം അറിഞ്ഞ് ഞാൻ വിളിച്ചപ്പോഴേ ഈ അമ്മായി പറയാ, അതൊക്കെ വിട്ടേക്കടി മോളെ, പ്രായത്തിൻ്റെ ഓരോ കുസൃതികളല്ലേന്ന്. അപ്പം എനിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ ഭാര്യയും അമ്മയും മാത്രമല്ല ഈ അമ്മായും ന്യൂ ജനറേഷൻ ആയി എന്ന്. താങ്ക് യു. ലിയ നല്ല രസമായിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. സൂപ്പർ. ലിയെ കുറിച്ച് നമ്മൾ കൂടുതൽ വിശേഷമൊന്നും ചോദിച്ചില്ല. പാലക്കാട് നിന്നാണ് വരുന്നത് മനസ്സിലായി. എന്ത് ചെയ്യുന്നു? ടീച്ചറാണ്, LP-UP സ്കൂൾ ടീച്ചറായിരുന്നു. പക്ഷെ ഇപ്പൊ ഡെലിവറിയുടെ ഒക്കെ ലീവ് എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഹൗസ് വൈഫ് ആണ്. അപ്പൊ ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അടിപൊളി, സൂപ്പർ. എനിവേ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാം. ജഡ്ജസ്. ലിയ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു ചേട്ടാ. ലിയ ഈ കയ്യിൽ എഴുതിക്കൊണ്ട് വരുന്നതൊക്കെ കൃഷിയാക്കി അതൊക്കെ ബുദ്ധിപരമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് പറ്റിയെന്നുള്ളതൊരു ബുദ്ധി തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരാൾ കയ്യിൽ എഴുതിയൊന്നും അറിയണ്ട. കാരണം ഇപ്പോൾ ഓരോ എപ്പിസോഡ് തോറും പോകുന്ന മത്സരമാണല്ലോ. അതിനകത്ത് ആര് നമ്മളെ കൂടുതൽ ചിരിപ്പിച്ചു എന്നുള്ളത് കൂടുതൽ നോക്കുന്നുള്ളൂ. ലിയ ആ കാര്യത്തിൽ വളരെയധികം വിജയിച്ചു. ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും വളരെയധികം കണക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവതരിപ്പിച്ചു പോയത്. അതെല്ലാം നല്ല രസമുള്ള സാധനങ്ങളായിരുന്നു. സൂപ്പറായി. പിന്നെ ചേട്ടനോട് ഒരാൾ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ആരാ? എന്റെ ഹസ്ബൻഡ്. എന്താ പറഞ്ഞത് പുള്ളി പരിപാടിക്ക് എന്നെ പോവാൻ പറഞ്ഞത് തന്നെ ചേട്ടൻ ഞാൻ കാണാൻ വേണ്ടിയിട്ടും എന്റെ ആളുടെ അന്വേഷണം പറയാൻ വേണ്ടിയിട്ടും. പുള്ളിയോടും നമ്മുടെ അന്വേഷണങ്ങൾ പറയൂ. കാരണം എപ്പോഴും ഒരു വലിയൊരു സപ്പോർട്ടീവ് പാർട്ണർ എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. രചന, ലിയ വെരി ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ വിത്ത് ഫുൾ കോൺഫിഡൻസ്. താങ്ക് യു. അടിപൊളി. ഇതിന്റെ സ്ക്രിപ്റ്റ് ലിയ തന്നെയാണോ? ഞാൻ തന്നെയാണ്. പിന്നെ ഒരു ചേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗംഭീരായിട്ടുണ്ട്. ഇനിയും ഇതുപോലെ നല്ല നല്ല പെർഫോമൻസസ് ആയിട്ട് ലിയക്ക് വീണ്ടും ഇവിടെ വരാൻ സാധിക്കട്ടെ. ശാന്തി. ലിയ അടിപൊളി, നല്ല ആത്മവിശ്വാസത്തോടു കൂടി പ്രസന്റ് ചെയ്തു. ലിയ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അത് കാണാമായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവർ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കൗണ്ട് പറയുമ്പോൾ കയ്യിലേക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പൊ അത് വളരെ ഗംഭീരമായിട്ട് അത് വർക്കായി. താങ്ക് യു കേട്ടോ. ഞാനിപ്പോ എന്താ പറയണേ, ഇപ്പൊ ആ പാട്ട് പാടിയില്ലേ, പൂമുഖവാതിൽക്കൽ സ്നേഹം നിറമ്പൊന്നാന്ന് പറഞ്ഞ ആ കവി മിക്കവാറും കല്യാണത്തിന് മുമ്പായിട്ട് എഴുതിയ പാട്ടായിരിക്കുള്ളൂ. അത് കല്യാണം കഴിഞ്ഞെങ്കിൽ പിന്നെ അങ്ങനെ എഴുതിയില്ല. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത പെർഫോമൻസും കൂടി കണ്ടതിന് ശേഷം റിസൾട്ട് അറിയാം. താങ്ക് യു. നല്ലൊരു കൈ.
നമുക്കറിയാം Once Upon a Time സീസൺ 4 is exclusively for ladies. അപ്പോൾ സീസൺ 4 ൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഫീമെയിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ദയവായി onceuponatime@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. അങ്ങനെ Once Upon a Time സീസൺ 4 the very first wonderful episode ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, bye bye.